പുനലൂർ ആളുകേറാമലയിലെ കൊലപാതകത്തിൽ വൻ ട്വിസ്റ്റ്. പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച അനിൽകുമാർ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് DNA പരിശോധനയിൽ തെളിയുന്നത്. പുനലൂർ മുക്കടവ് ആളുകേറാമലയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട DNA പരിശോധനാ ഫലം പുറത്തുവരുമ്പോൾ കേസന്വേഷണത്തിൽ വൻ ട്വിസ്റ്റ്. പ്രതി എന്ന് ഇത്രകാലവും പോലീസ് സംശയിച്ചിരുന്ന ആളാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23-നാണ് റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മധ്യവയസ്കന്റെ കത്തിക്കരിഞ്ഞ ജഡം പ്രദേശവാസി കാണുന്നത്. ഇതേ തുടർന്ന് വിപുലമായ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും മരിച്ചതാരെന്ന് കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. മരിച്ചയാളുടെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം വികൃതമാക്കിയിരുന്നു. പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെങ്കിൽ ചുറ്റുമുള്ള കരിയിലകൾ കത്തുമായിരുന്നുവെന്നും ആസിഡ് ഒഴിച്ച് മുഖം വികൃതമാക്കിയതാകാമെന്നുമൊക്കെയുള്ള അനുമാനങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ചങ്ങല പൂട്ടിയിരുന്ന പൂട്ടിന്റെ താക്കോൽ പോലീസിന് ലഭിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് വേടരപ്ലാവ് സ്വദേശിയായ 45 വയസ്സുള്ള പാപ്പർ എന്ന് വിളിപ്പേരുള്ള അനിക്കുട്ടൻ എന്നയാൾ കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു. ഇതോടെ പ്രതി ഇയാളാകാമെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും പ്രതിയെ കിട്ടാതായതോടെ പോലീസ് ഇയാളുടെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇതിനിടെ പോലീസ് നടത്തിയ DNA പരിശോധനയിലാണ് മരിച്ചയാളുടെ DNAയും കൊലപാതകിയെന്ന് സംശയിക്കുന്നയാളുടെ ബന്ധുക്കളുടെ DNAയും തമ്മിൽ സാദൃശ്യമുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇതോടെ മരിച്ചത് ഇയാളാകാമെന്ന സംശയത്തിലാണ് പോലീസ്. ഇത്രയും കാലം മരിച്ചതാരെന്ന സംശയമാണ് പോലീസിനെ കുഴക്കിയിരുന്നത്. എന്നാൽ മരിച്ചത് അനിക്കുട്ടൻ തന്നെ എന്ന് ഉറപ്പിക്കാൻ ഇപ്പോഴും പോലീസിനാകുന്നില്ല. ചങ്ങലയിൽ ബന്ധിച്ചു കിടന്നയാളുടെ ഇടതുകാലിന്റെ സ്വാധീനമില്ലെന്നും ഇടതു നെഞ്ചിന് താഴെ കുത്തേറ്റിട്ടുണ്ടെന്നുമാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പെട്രോൾ വാങ്ങുന്നയാളിന്റെ ഇടതുകാലിന് സ്വാധീനക്കുറവുള്ളതായി ദൃശ്യത്തിൽ തോന്നുന്നില്ല എന്ന മറുവാദവും നിലനിൽക്കുന്നുണ്ട്. മുൻപും പുനലൂരിൽ നടന്ന കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടാതെ പോയിട്ടുണ്ട്. 10 വർഷം മുൻപ് പുനലൂരിലെ ബാറിന് സമീപത്തായി മരിച്ചു കിടന്നയാളിന്റേത് കൊലപാതകമെന്ന് വ്യക്തമായിട്ടും അന്വേഷണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒത്തുപോകാത്തതാണ് ഇവിടെയും പോലീസിനെ കുഴക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.